കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ചിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഭൗതിക മാറ്റം എന്നാണ്, കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ രാസമാറ്റം. ഈ ഭൗതിക മാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, ഒന്നും സ്ഥിരമായിരിക്കുന്നില്ല, അല്ലെങ്കിൽ റിവേഴ്സിബിൾ ആണ്. അപ്പോൾ നമുക്കൊന്ന് എഴുതാം. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടെമ്പററി ചേഞ്ച് ആണ്. എന്താണ്? ടെമ്പററി ചേഞ്ച് ആണ്. അത് താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അടുത്തത് അത് റിവേഴ്സിബിൾ ആണ്. അതിനെ നമുക്ക് തിരിച്ച് പഴയപടി മാറ്റാൻ നമുക്ക് സാധിക്കും. അടുത്തത് കെമിക്കൽ ചേഞ്ച് ആണ്. കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. പെർമനന്റ് ചേഞ്ച് ആണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ. അത് സ്ഥിരമാണ്, അതായത് തിരികെ പഴയ വസ്തുക്കളാകാത്ത മാറ്റങ്ങളാണ് രാസമാറ്റം. ഓക്കെ, അത് നമുക്ക് ഇറിവേഴ്സിബിൾ എന്നും പറയാം. കാരണം അത് നമുക്ക് തിരിച്ച് പഴയപടി ആക്കാൻ സാധിക്കില്ല. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് കർഡിലിംഗ് ഓഫ് മിൽക്ക് അഥവാ പാൽ തൈരാകുന്നു. ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് ഏതാണ്? അതെ, കർഡിലിംഗ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. പാല് തൈരാകും, എന്നാൽ തൈര് പാലാകുമോ? ഇല്ല. അപ്പോൾ ഇതെന്താണ്? ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. അടുത്തത് 2, മെൽറ്റിംഗ് ഓഫ് വാക്സ്, മെഴുക് ഉരുകുന്നു. അതെന്താണ്? അത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. അതാണെങ്കിൽ ഒരിക്കലും സ്ഥിരമായിരിക്കുന്നില്ല. മെഴുകുതിരി ഉരുകിയാൽ നമുക്ക് എന്താണ്? അത് മെഴുകായിട്ട് ആ മെഴുകിനെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പിന്നെയും മെഴുകുതിരിയാക്കാൻ സാധിക്കും. അതുകൊണ്ട് അതൊരു ഫിസിക്കൽ ചേഞ്ച്. ബേണിംഗ് ഓഫ് കാൻഡിൽ, മെഴുകുതിരി കത്തിക്കുന്നു. അതും എന്ത് തന്നെയാണ്? ബേണിംഗ് ഓഫ് കാൻഡിൽ എന്ന് പറഞ്ഞാൽ അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. കാരണം മെഴുകുതിരി കത്തിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഫോമേഷൻ ഓഫ് ഐസ്. ഫോമേഷൻ ഓഫ് ഐസ് എന്ന് പറയുമ്പോൾ ഐസ് ഉണ്ടാകുന്നു. ഐസ് ഉണ്ടാകുന്ന പ്രക്രിയ എങ്ങനത്തുള്ളതാണ്? അതെ, ഐസ് ഉണ്ടാകുന്ന പ്രക്രിയയും ഐസ് വെള്ളമാകുന്ന പ്രക്രിയ രണ്ടും ഒന്ന് തന്നെയല്ലേ? വെള്ളത്തിൽ നിന്ന് ഐസ് ഉണ്ടാക്കാം, ഐസിൽ നിന്ന് വെള്ളമാക്കാം. അപ്പോൾ അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. അതെന്താണ്? ഒരു ടെമ്പററി ചേഞ്ച് ആണ്, താൽക്കാലിക മാറ്റമാണ്, റിവേഴ്സിബിൾ ആണ്, തിരിച്ച് കിട്ടുന്നതാണ്. അടുത്തത് റെസ്റ്റിംഗ് ഓഫ് അയോൺ, ഇരുമ്പ് തുരുമ്പിക്കുന്നു. ഇരുമ്പ് തുരുമ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. അതൊരിക്കലും എന്താവുന്നില്ല? തിരിച്ച് റിവേഴ്സിബിൾ ആകുന്നില്ല. ഇരുമ്പ് തുരുമ്പിക്കും, എന്നാൽ തുരുമ്പ് ഇരുമ്പാകുമോ? ഇല്ല. അടുത്തത് ബേണിംഗ് ഓഫ് ഫയർവുഡ്. ബേണിംഗ് ഓഫ് ഫയർവുഡ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. വിറക് കത്തിയാൽ എന്താവും? ചാരമാകും. ചാരം തിരിച്ചൊരിക്കലും വിറകാകുന്നില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.